കഴിഞ്ഞ ആഴ്ച നമ്മുടെ ജയ്പൂരിൽ നടന്ന വാർഷിക ബ്രാൻഡ് കോൺഫറൻസിലാണ് വോക്സ്വാഗൻ്റെ ID.4 EV പ്രദർശിപ്പിക്കുന്നത്. വോക്സ്വാഗൺ ID.4 2024 അവസാനത്തോടു കൂടി തന്നെ പുറത്തിറക്കുമെന്നാണ് നമ്മുടെ വോക്സ്വാഗൺ അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ EV സെഗ്മെൻറ്റിലേക്കുള്ള വോക്സ്വാഗൻ്റെ ഒരു പ്രവേശനം കൂടിയാണ് ഈ ഒരു ID.4 അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത വോക്സ്വാഗൻ്റെ ഒരു ഡിസൈനുമായിട്ട് ഈ ഒരു ID.4 പുറത്തിറങ്ങും. ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്താണെന്ന്, ബാഹ്യവും ഇൻറ്റീരിയറും വോക്സ്വാഗണിൽ നിന്നുള്ള ID.4 ഇലക്ട്രിക് ക്രോസ് ഓവർ തന്നെയാണ്. മെലിഞ്ഞ LED ഹെഡ്ലാമ്പുകളും അതുപോലെ തന്നെ കണക്ട് ചെയ്തിരിക്കുന്ന LED DRLുകളും പിന്നെ നമ്മുടെ വോക്സ്വാഗണിൻ്റെ ലോഗോ ഇതിൽ പ്രകാശിക്കുമെന്നുള്ളതും മറ്റൊരു സവിശേഷത കൂടി തന്നെയാണ്. ഫ്രണ്ട് ബമ്പറിൽ അഗ്രസീവായിട്ടുള്ള ഒരു എയർ ഇൻടേക്കുകളും കൊണിയ ലൈനുകളും കൊടുത്തിട്ടുണ്ട്. ക്രോസ് ഓവറിന് സ്പോർട്ടി ഡിസൈനാണ് നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് ബമ്പർ, സൈഡ് സ്കേർട്ടൽ, പിൻ ബമ്പർ എന്നിവയിലെല്ലാം ഇത് നമ്മുടെ ഒരു റോഡുകൾ നിറഞ്ഞിരിക്കുന്ന മറ്റ് ക്രോസ് ഓവർ എക്സ്യൂവികളെ പോലെ തന്നെയാണ് ബ്ലാക്ക് ലാഡിങ്ങും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്ക് സൈഡിലാണെങ്കിൽ LED ടെയിൽ ലാമ്പുകളും അതുപോലെ തന്നെ 20 ഇഞ്ചിൻ്റെ അലോയ് വീലുകളുമാണ് മറ്റ് സവിശേഷത എന്നുകൂടി പറയട്ടെ. ഇനി ഇൻറ്റീരിയർ സെക്ഷനിലോട്ട് പോയി കഴിഞ്ഞാൽ ID.4 5.3 ഇഞ്ചിൻ്റെ ഡിജിറ്റൽ ഡ്രൈവർ ഡിസ്പ്ലേയും 10 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഇൻഫോർട്ടൈൻമെന്റ് സിസ്റ്റവും 3 സോൺ ക്ലൈമറ്റ് കൺട്രോൾ സിസ്റ്റവും ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആപ്പിൾ കാർപ്ലേയും ആൻഡ്രോയിഡ് ഓട്ടോയും വയർലെസ്ലി സപ്പോർട്ടഡ് ആണ്. 12-വേ പവർ അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാവുന്ന ഡ്രൈവർ സീറ്റും ഈ ഒരു വെഹിക്കിളിൻ്റെ സവിശേഷത തന്നെയാണ്. നമുക്കിനി ID.4 പവർ ട്രെയിൻ സ്പെസിഫിക്കേഷൻ ഒന്ന് നോക്കാം. വോക്സ്വാഗൺ ID.4 കമ്പനിയുടെ മെപ് പ്ലാറ്റ്ഫോമിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് നമ്മുടെ ഈ ഒരു പവർ ട്രെയിൻ എന്ന് പറയുന്നത്. കൂടാതെ 75 കിലോവാട്ടിൻ്റെ ബാറ്ററി പാക്ക് നൽകുന്നതും ഓരോ ചാർജിലും ഏകദേശം 479 കിലോമീറ്റർ എന്ന ക്ലെയിം റേഞ്ച് വാഗ്ദാനം നമ്മുടെ വോക്സ്വാഗൺ ചെയ്യുന്നുണ്ട്. ഡുവൽ മോട്ടോർ കോൺഫിഗറേഷൻ കൊണ്ട് തന്നെ സജ്ജീകരിക്കുന്ന ID.4 ഈ ഒരു ബാറ്ററി പാക്കിൽ ഏകദേശം 286 PS പവറും അതുപോലെ തന്നെ 310 Nm ടോക്കും ഉൽപ്പാദിപ്പിക്കുന്നു എന്നുള്ളത് കൂടി മറ്റൊരു സവിശേഷതയാണ്. മറ്റൊരു പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6.3 സെക്കൻഡിൽ 150 കിലോമീറ്റർ വേഗതയിൽ ഈ ഒരു വെഹിക്കിളിന് സഞ്ചരിക്കാൻ പറ്റും. അതുപോലെ തന്നെ 0 to 100 കിലോമീറ്റർ വേഗത കൈവരിക്കാനുള്ള സവിശേഷത കൂടി ഈ ID.4 ഇനി നമ്മുടെ ID.4 വോക്സ്വാഗണിൻ്റെ ലോഞ്ചിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 2024 അവസാനത്തോടു കൂടിയാണ് ഇന്ത്യയിൽ അവതരിപ്പിക്കുമെന്നാണ് നമ്മുടെ വോക്സ്വാഗൺ പറയുന്നത്. അതുപോലെ തന്നെ വോക്സ്വാഗൺ ID.4 CBU വഴി വാഗ്ദാനം ചെയ്യാൻ സാധ്യത ഉണ്ടെന്ന് കൂടി അറിയിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇതിൻ്റെ വില ഏകദേശം 60 ലക്ഷം രൂപ മുതൽ 65 ലക്ഷം രൂപ വരെ വരാൻ സാധ്യത ഉണ്ടെന്ന് കൂടിയാണ്. അതായത് മാർക്കറ്റ് റേറ്റ് ഏകദേശം ഈ ഒരു റേറ്റ് വരാൻ സാധ്യത ഉണ്ടെന്നാണ് നമ്മുടെ വോക്സ്വാഗൺ അറിയിക്കുന്നത്. പിന്നെ കിയ EV6 അതേ വില വിഭാഗത്തിൽ ഉൾപ്പെടുത്തുന്ന മറ്റൊരു വണ്ടി കൂടിയാണ് നമ്മുടെ വോക്സ്വാഗൺ ID.4 എന്ന് പറയുന്നത്. ഇനി നമ്മുടെ വോക്സ്വാഗൻ്റെ ID.4 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇന്ത്യൻ വിപണിയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എക്സാക്റ്റ് കോമ്പറ്റീറ്റേഴ്സ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, നമ്മുടെ ഹുണ്ടായുടെ ഐയോണിക് 5 എന്ന് പറഞ്ഞൊരു മോഡലും അതുപോലെ തന്നെ വോൾവോയുടെ XC40 എന്ന് പറഞ്ഞ മോഡലുമാണ്. അതായത് ഇതൊക്കെ EV പതിപ്പാണ്. ഈ ഒരു മോഡലുകളാണ് നമ്മുടെ ID.4 വോക്സ്വാഗൻ്റെ ID.4 കോമ്പറ്റീറ്റ് ചെയ്യുന്ന എക്സാക്റ്റ് വെഹിക്കിൾസ് എന്ന് പറയുന്നത്. സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.